പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മരണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഇതിൻ്റെ ഉപകാരികൾക്കും സഹകാരികൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കുന്നതോടൊപ്പം തന്നെ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനം, അതിൻ്റെ ധ്യാനം എന്ന് പറയുന്നത് യേശുക്രിസ്തു നമ്മുടെ രക്ഷകനും നാഥനുമായി തീർന്നിരിക്കുന്നു. ദൈവം അവനെ നമുക്ക് മോചനദ്രവ്യമായി, മറുവിലയായി, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി നിർത്തി കാൽവറി ക്രൂശിലെ പരമയാഗത്താൽ നമ്മളെല്ലാവരും വീണ്ടെടുക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു എന്നുള്ളതും, ഒപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ കേട്ടത് നമ്മുടെ വഴികൾ, നമ്മുടെ ചിന്തകളൊക്കെ ദൈവത്തിൻ്റെ വഴികളിലും ചിന്തകളിലുമല്ല, നാം ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്ന അപ്പോൾ തന്നെ ദൈവത്തെ അന്വേഷിക്കണമെന്നും അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കണമെന്നും, അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴിയിലേക്ക് മാറേണ്ടിയിരിക്കുന്നുവെന്നാണ് നമ്മൾ ചിന്തിച്ചത്. നമുക്ക് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിച്ച് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. കണ്ണുകൾ അടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവേ, നല്ല അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ വചന കേൾവിക്കെല്ലാം ഞങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങൾ കുറവുള്ളവരും ബലഹീനരുമാണ് നാഥ. ഒന്നാർത്താൽ എന്നെപ്പോലെ പാപിയായി ഈ ഭൂമിയിൽ വേറെ ഒരുത്തനില്ല എന്ന് പറയാം ദൈവമേ. എങ്കിലും എന്നെ അവിടുന്ന് സ്നേഹിച്ചു, അവിടുന്ന് എന്നെ കരുതി കാത്ത് പരിപാലിച്ചു. എനിക്കെല്ലാ സൗഭാഗ്യങ്ങളും അവിടുന്ന് നൽകി. പക്ഷേ ഞാനത് വേണ്ടുവണ്ണം അങ്ങയിൽ നിന്നാണെന്ന് വിചാരിച്ച് സ്വീകരിക്കുകയോ അങ്ങേക്ക് നന്ദി പറയുകയോ ചെയ്യാതെ ഞാൻ കുറ്റക്കാരനായി തീർന്നു. എന്നോട് മനസ്സലിയണമേ. എൻ്റെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യകാലങ്ങളെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു, നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കഷ്ടകാലങ്ങളെയും, എല്ലാ സങ്കട ദിനങ്ങളെയും ഓർത്ത് കർത്താവെ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അങ്ങനെനിക്ക് ശ്രേഷ്ഠമായ കഴിവുകളും വാഴ്വുകളും നൽകുന്നവനാണല്ലോ. അങ്ങനെനിക്ക് നൽകാമെന്ന് പറഞ്ഞ എല്ലാ നന്മകളും കർത്താവെ ഞാൻ ഉപേക്ഷിച്ചു. എന്നാൽ ഇന്നു മുതൽ കർത്താവെ തിരുസന്നിധിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ വാഴ്വുകളും എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിക്കുവാൻ തക്കവണ്ണം ഒരു നിർമ്മലത, ഒരു വിശുദ്ധി എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 55-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: മഴയും മഞ്ഞും ആകാശത്തു നിന്നും വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും, ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തിൽ നയിക്കപ്പെടും. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം കേൾക്കുന്ന, കർത്താവിൻ്റെ വചനം കേട്ട് മാനസാന്തര അനുഭവത്തിൽ വന്ന് യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്ന വ്യക്തിയിൽ ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും പെയ്ത് ഭൂമിയെ നനയിച്ച് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ യേശുക്രിസ്തുവിനെ രക്ഷകനാഥനുമായി സ്വീകരിക്കുന്ന വ്യക്തിയിൽ ദൈവത്തിൻ്റെ വചനം ഫലം പുറപ്പെടുവിക്കുമെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം അത് തിരികെ പോകില്ല, അത് ഫലരഹിതമായി തിരിച്ചു വരില്ല, അത് ഉദ്ദേശിച്ച ഫലം നിറവേറ്റും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാ നേരവും ദൈവത്തോട് പ്രാർത്ഥിക്കണം, വചനം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം, വചനത്താൽ അഭിഷേകം പ്രാപിക്കണം, വചനം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടണം, വചനം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാമായി മാറണം. കാരണം എന്താണ്? അത് ഫലരഹിതമാകുകയില്ല. അത് ഉദ്ദേശം, അത് എന്താണോ ഉദ്ദേശിച്ചത്, വചനത്താൽ രോഗസൗഖ്യമാണോ ഉദ്ദേശിക്കുന്നത്, അത് നിറവേറ്റും. വചനത്താൽ കടബാധ്യതകൾ മാറണമെന്നാണോ, അത് നിറവേറ്റപ്പെടും. വചനത്താൽ ഒരു വീട് വേണമെന്നാണോ ആഗ്രഹിക്കുന്നത്, വചനം വെച്ച് പ്രാർത്ഥിക്കുക, വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക, സൗഖ്യം കിട്ടും. നെഹമ്യ 2:20, നെഹമ്യ 2:20, ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് ജയം നൽകും.
അങ്ങനെ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വചനം ഫലരഹിതമായി ഫലം പുറപ്പെടുവിക്കാതെ തിരിച്ചു പോകില്ല. അത് ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റും, ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യുമെന്ന് പറയാം. അതുകൊണ്ട് വചനം എന്ന് പറഞ്ഞാൽ യേശുവിനോട് ചേർന്ന് നമുക്കത് പ്രവർത്തിക്കാൻ കഴിയണം. പ്രിയമുള്ള യേശുവിനോട് ചേർന്ന് നിൽക്കാനായിട്ട് കഴിയണം. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? മലകളും കുന്നുകളും കൈകൊട്ടും, നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, വനവൃക്ഷങ്ങൾ സമാധാനത്തിൽ നയിക്കപ്പെടും, മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ ആർത്തുപാടും. മലകളും കുന്നുകളും ഇനി അത് തടസ്സമായി നിൽക്കില്ല, അതെല്ലാം ആർത്തുപാടും നമ്മുടെ മുമ്പിൽ. ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഇന്നിവിടെ ആയിരിക്കുന്നതിൻ്റെ എല്ലാം പിന്നിൽ ഈ വചനത്താലുള്ള വിശുദ്ധീകരണമാണ്. ഈ വചനത്താലുള്ള എന്താ പറയുന്നത്, ശുദ്ധീകരണത്തിലൂടെ വന്നിട്ടുള്ള അനുഗ്രഹങ്ങളും അതിൻ്റെ സന്തോഷവും അതിൻ്റെ സമാധാനവും അത് അവനവൻ അനുഭവിച്ചത് അനേകരിലേക്ക് പകർത്തി കൊടുക്കണമെന്ന്, അനേകരിലേക്ക് അത് ചെന്നെത്തണമെന്നുള്ള ആഗ്രഹം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സിലുണ്ടാക്കിയപ്പോൾ രൂപപ്പെട്ടതാണ് ഈ വചന ശുശ്രൂഷകളൊക്കെ. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന എല്ലാ ആളുകളും സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തിൽ നയിക്കപ്പെടും. മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ ആർത്തുപാടും, വനവൃക്ഷങ്ങൾ കൈകൊട്ടും, മുൾച്ചെടിക്ക് പകരം സരളവൃക്ഷവും കാരയ്ക്ക് പകരം സൗഗന്ധികവും മുളയ്ക്കും. ആദാമിനോട് ദൈവം പറഞ്ഞു, നീ മണ്ണിൽ പണിയെടുക്കുന്നു, അത് നിനക്ക് മുൾച്ചെടിയും മുള്ളും പറക്കാറിയുമായിരിക്കുമെന്ന്. എന്നാൽ രണ്ടാമത്തെ ആദായമായ യേശുക്രിസ്തുവിനെ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ ഈ മുൾച്ചെടിക്ക് പകരം സരളവൃക്ഷവും കാരയ്ക്ക് പകരം സൗഗന്ധികവും മുളയ്ക്കും. ഇത് കർത്താവിന് ഒരു സ്മാരകവുമായിരിക്കും, ഒരിക്കലും നശിക്കാത്ത ശാശ്വത സ്മാരകം. ഹല്ലേലൂയ! ഒരിക്കലും നശിക്കാത്ത ശാശ്വത സ്മാരകമായിരിക്കും. പ്രിയമുള്ളവരെ, നിത്യജീവനിലേക്ക് പ്രവേശിക്കത്തക്കവണ്ണമുള്ള, നിത്യജീവന്റെ അവകാശത്തിലേക്ക് വരത്തക്കവണ്ണമുള്ള വലിയ ദൈവാനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. അത് അനേകരുടെ സാക്ഷ്യങ്ങളാണ് പ്രിയമുള്ളവരെ, അനേകരുടെ സാക്ഷ്യങ്ങളാണ്. യേശുക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ രക്ഷകനാഥനുമായി സ്വീകരിച്ചവർ അത്ഭുതകരമായി അവർ വഴി നടത്തപ്പെടുന്നത് കാണുമ്പോൾ പറയുന്നതും കേൾക്കുന്നതും സ്വയം അനുഭവിക്കുന്നതുമായിട്ടുള്ള സാക്ഷ്യങ്ങളാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അനേകരുടെ ജീവിത ഭാരങ്ങൾ, അനേകരുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കുകയാണ് ഞങ്ങൾ ക്രിസ്തുവിനെ പ്രതി. ഞാൻ പലപ്പോഴും ആളുകളോട് പറയാറുണ്ട്, ഇവിടെ താമസിക്കുന്ന ഓരോ മാനസിക വൈകല്യമുള്ള ഇവിടുത്തെ അന്തേവാസികളായ മക്കൾ അവരുടെ വീടിനും അവരുടെ നാടിനും എത്രമാത്രം ശല്യമായിരുന്നു, അവർ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കി. ഓരോ മാനസിക രോഗ ആശുപത്രിയും, പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ മാനസിക രോഗ ആശുപത്രികളിൽ അനാഥരായി ചികിത്സയ്ക്ക് വിധേയമാക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ സ്വന്തപ്പെട്ടവരുണ്ടെങ്കിലും അവരെ അനാഥരായി മുദ്രകുത്തി, സ്വന്തക്കാർ പുറകിൽ മാറിയെന്നുകൊണ്ട് അവരെ അനാഥരായി ഒരു ബൈസ്റ്റാൻഡർ പോലുമില്ലാതെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലൊക്കെ ഹാജരാക്കി ലെറ്റർ വാങ്ങി അനാഥനായി മുദ്രകുത്തി ഹോസ്പിറ്റലിലാക്കുകയും ഹോസ്പിറ്റലിൽ നിന്ന് അസുഖം നോർമലാകുന്ന സ്ഥിതിക്ക് അവരെ പോകാനിടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോലെയുള്ള നടത്തുന്ന ഇതുപോലെയുള്ള പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് ഗവൺമെൻറ് നിയമപ്രകാരം, കോടതി നിയമപ്രകാരം സ്വീകരിക്കേണ്ടി വരുമ്പോൾ പ്രത്യാശഭവനിലുള്ള സ്ഥാപനങ്ങളിൽ അവർ അനാഥരാണെന്നുള്ള പേരിൽ കഴിയുമ്പോൾ സ്വന്തപ്പെട്ടവരും ബന്ധപ്പെട്ടവരും സമാധാനത്തോടെ ആശ്വാസത്തോടെ അവരും അവരുടെ അയൽവാസികളും നാട്ടുകാരും ജീവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വീട്ടുകാരുടെയും അയൽവാസികളുടെയൊക്കെ ഉറക്കം നഷ്ടപ്പെടുത്തിയ, സ്വസ്ഥത നഷ്ടപ്പെടുത്തിയ വ്യക്തിത്വങ്ങളെ ഞങ്ങളെങ്ങനെ സ്വീകരിക്കുന്നു? ഞങ്ങൾക്കെന്താണ് അതിൻ്റെ പ്രതിഫലം എന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, ഈ പറയുന്ന ദൈവവചനമാണ് ഞങ്ങളുടെ പ്രതിഫലം. ഞങ്ങൾക്ക് അവരെ ശുശ്രൂഷിക്കുന്നത് ഭാരമാണെങ്കിലും ഞങ്ങളിലുള്ള ദൈവകൃപ ഞങ്ങളെ നിർബന്ധിക്കുന്നു, ഞങ്ങളിലുള്ള ദൈവത്തിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുകയാണ്. കാരണം പെറ്റമ്മ നിന്നെ മറന്നാലും
ഞാൻ നിന്നെ മറക്കില്ല എന്ന ദൈവത്തിൻ്റെ കൽപ്പന ഈ പാവപ്പെട്ട രോഗിയുടെ മേൽ, ഈ പാവപ്പെട്ട അവഗണിക്കപ്പെട്ടവൻ്റെ മേൽ, ഉപേക്ഷിക്കപ്പെട്ടവൻ്റെ മേൽ ദൈവവചനം നിറവേറണം. അപ്പോൾ ഞങ്ങളിലൂടെ ഞങ്ങളെ ദൈവം ഞങ്ങളുടെ സങ്കടങ്ങളിലും പ്രയാസങ്ങളിലെല്ലാം വിളിച്ച് വേർതിരിച്ച് ഞങ്ങളിൽ ദൈവത്തിൻ്റെ ധാരാളമായ കൃപ നൽകി ഞങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹഭാജങ്ങളാക്കി മാറ്റിക്കൊണ്ട് അനേകരെ ചേർത്ത് പിടിക്കാൻ, അനേകരെ ചേർത്ത് നിർത്താൻ, അനേകരുടെ കണ്ണീരൊപ്പാൻ, അനേകരുടെ വിഷമങ്ങളിൽ പങ്കുചേരാൻ, അനേകരുടെ പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്ത് അവരെ സ്വന്തമാക്കാൻ ദൈവം ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. ഞങ്ങൾക്കുള്ള പ്രതിഫലം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അനുദിനം യേശുക്രിസ്തുവിൻ്റെ രക്ഷ കണ്ട് നടക്കുന്നു. ഓരോ ദിവസവും, ഓരോ പ്രഭാതത്തിലും, ഓരോ മധ്യാഹ്നത്തിലും, ഓരോ സായാഹ്നങ്ങളിലും, ഓരോ പാതിരായിലും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കുന്നു. ഓരോ പ്രതിസന്ധികളും ഓരോ പ്രശ്നങ്ങളും വരുമ്പോൾ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നു. ദൈവമേ, ഇത്രയും ആളുകൾ ഉപേക്ഷിക്കപ്പെട്ടവർ, അവഗണിക്കപ്പെട്ടവർ, മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ടവർ, സ്വയം വെറുത്തവർ, ഏറെ പ്രശ്നമുള്ളവർ, ഇവരുടെ ഓരോ നിമിഷത്തിലെയും യാത്ര, ഓരോ ദിവസത്തിലെയും ഓരോ മാസത്തിലെയും പെട്ടെന്നുണ്ടാകുന്ന വേരിയേഷനുകൾ, രോഗത്തിൻ്റെ പല പ്രശ്നങ്ങൾ, ഇന്ന് സ്വസ്ഥമായിരിക്കുന്നു പറയുന്നവൻ നാളെ ഭയങ്കര അസ്വസ്ഥനാകുന്നു. ഈ നിമിഷം വരെയും വളരെ സൈലൻ്റായിട്ടിരുന്നവൻ അടുത്ത നിമിഷം വളരെ വയലൻ്റ് ആകുന്നു. ഈ മനുഷ്യരെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ആലോചന ഓരോ പ്രഭാതത്തിലും ഓരോ മധ്യാഹ്നങ്ങളിൽ എന്നുകൊണ്ട് ഇടതടവില്ലാതെ യേശുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഓരോ മിനിറ്റിലും ഓരോ യാത്രയിലും കർത്താവ് ഞങ്ങളെ വഴി നടത്തുന്നു. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ അങ്ങനെ വായിച്ചത്. എന്താണ് വായിച്ചത്? നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തിൽ നയിക്കപ്പെടും, മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ ആർത്തുപാടും, വനവൃക്ഷങ്ങൾ കൈകൊട്ടും, മുൾച്ചെടിക്ക് പകരം സരളവൃക്ഷവും കാരയ്ക്ക് പകരം സൗഗന്ധ്യവും മുളയ്ക്കും. ഇത് കർത്താവിനൊരു സ്മാരകവുമായിരിക്കും, ഒരിക്കലും നശിക്കാത്ത ശാശ്വത സ്മാരകം. ഒരിക്കലും നശിക്കാത്ത. 34 വർഷം മുമ്പ് ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ നിന്ന് അന്ന് 3 രൂപ കൊടുത്ത് ഒരു സ്റ്റിക്കർ വാങ്ങി. എന്നിട്ട് എൻ്റെ വീടിൻ്റെ കട്ടിളപ്പടിയെല്ലാം എഴുതി വെച്ചു. ആ സ്റ്റിക്കർ ഒട്ടിച്ചു. എഴുതി വെക്കല, ആ സ്റ്റിക്കർ ഒട്ടിച്ചു. യേശു ക്രിസ്തു ഈ വീടിൻ്റെ നാഥൻ. പ്രിയമുള്ളവരെ, അന്ന് വരെ ഞാൻ മനസ്സിലാക്കിയത് ഞാനും എൻ്റെ ഭാര്യയൊക്കെ കൂടി ചേർന്ന് ഞങ്ങൾ പണിത വീടിൻ്റെ നാഥൻ ഞാനാണെന്നാണ്. പക്ഷെ ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോഴാണ് എൻ്റെ വീടിൻ്റെ നാഥൻ യേശുവാണ്, എൻ്റെ ജീവിതത്തിൻ്റെ നാഥൻ യേശുവാണ്, എൻ്റെ കുടുംബത്തിൻ്റെ മൊത്തം സകല കാര്യങ്ങളുടെയും നാഥൻ യേശുവാണ്. അപ്പം ഞാനങ്ങനെ ആ ഒരു സ്റ്റിക്കർ കൊണ്ടുവന്ന് ഒട്ടിച്ചു വെച്ചു. യേശു ക്രിസ്തു ഈ വീടിൻ്റെ നാഥൻ. യേശു ക്രിസ്തു ഈ വീടിൻ്റെ നാഥൻ. ഈ 34 വർഷമായിട്ട് പ്രിയമുള്ളവരെ ആ യേശുവിൻ്റെ ഭരണത്തിലാണ് എൻ്റെ വീട് പോകുന്നത്. ആ യേശുവിൻ്റെ ഭരണത്തിൽ എൻ്റെ വീട് പോകുന്നത് കൊണ്ടാണ് പ്രിയമുള്ളവരെ വഴിയിലൂടെ അലഞ്ഞു നടന്ന ആളുകളെ, മാനസിക വൈകല്യമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെയൊക്കെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാനും അത് അനേകരിലേക്ക് ആ ശുശ്രൂഷകൾ പകർന്നപ്പോൾ അനേകരുടെ വീടുകളിൽ അവഗണിക്കപ്പെട്ടവർ, ഉപേക്ഷിക്കപ്പെട്ടവരെയൊക്കെ ചേർത്ത് പിടിക്കാനൊക്കെ നൂറുകണക്കിന് ആളുകൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. നൂറുകണക്കിന് ആളുകൾക്ക് സാധിച്ചു. മറ്റൊന്ന്, സ്വന്തം വീട്ടിൽ സ്വന്തപ്പെട്ടവരെ, ബന്ധപ്പെട്ടവരെ ആർക്കും ഉപേക്ഷിക്കാൻ മനസ്സ് വന്നില്ല. വചനത്തിൻ്റെ ശക്തി കൊണ്ട് എല്ലാവരും ബലഹീനരെ ചേർത്ത് പിടിക്കാൻ തുടങ്ങി. വചനം അങ്ങനെ ശക്തമായി പ്രഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സമൂഹത്തിൽ ആളുകളുടെ പ്രശ്നങ്ങൾ കുറഞ്ഞു, പ്രതിസന്ധികൾ കുറഞ്ഞു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വചനത്താൽ എന്താ പറയുന്നത്, ഇത് കർത്താവിന് ഒരു സ്മാരകവുമായിരിക്കും, ഒരിക്കലും നശിക്കാത്ത ശാശ്വത സ്മാരകം. ഒരിക്കലും നശിക്കാത്ത ശാശ്വത സ്മാരകം. എൻ്റെ വീട് ഇന്ന് പ്രിയമുള്ളവരെ പ്രത്യാശ ഭവൻ എന്നറിയപ്പെടുന്നത്, അനേക വർഷങ്ങളായിട്ട് അറിയപ്പെടുന്നതാണ് പ്രത്യാശ ഭവൻ. പ്രത്യാശ ആരെയും നിരാശരാക്കുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുക. ഒരിക്കലും നശിക്കാത്ത ഒരു ശാശ്വത സ്മാരകമായി നമ്മുടെ ഭവനം മാറണമോ? നിങ്ങൾക്ക് കിടക്കാൻ കിടപ്പാടമില്ല, നിങ്ങൾ വാടക വീട്ടിലായിരിക്കും കിടക്കുന്നത്, നിങ്ങൾ കടത്തിണ്ണയിലായിരിക്കും കിടക്കുന്നത്. പക്ഷെ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനൊരു സ്മാരകശില വായിക്കാൻ പറ്റുമോ? ലാസർ നായ്ക്കൾ വ്രണം നക്കിയിരുന്നു. അവൻ
മരിച്ചു. മാലാഖമാർ അവനെ കൂട്ടിക്കൊണ്ടുപോയി. എങ്ങോട്ട്? വലിയ ധനവാനായി ഭൂമിയിൽ ജീവിച്ച അന്യജാതിക്കാര് നീ വലിയ പ്രഭുവാണെന്ന് പറഞ്ഞ അബ്രാഹാമിൻ്റെ മടിയിലേക്ക്. ലാസർ അവൻ്റെ ദാരിദ്ര്യത്തിൽ അവൻ്റെ നെറ്റിയിൽ ഒരു പേരുണ്ടായിരുന്നു. എന്താണ് അവൻ്റെ പേര്? ദൈവത്തിൻ്റെ ദാനം, ദൈവത്തിൻ്റെ സ്നേഹം. ലാസർ എന്ന വാക്കിൻ്റെ അർത്ഥം ബൈബിൾ പണ്ഡിതന്മാർ അങ്ങനെ പറയുന്നത്, ദൈവത്തിൻ്റെ സ്നേഹം. എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും? നമ്മുടെ ഇല്ലായ്മ, നമ്മുടെ ബുദ്ധിമുട്ട്, നമ്മുടെ ദാരിദ്ര്യമൊക്കെ. പ്രിയമുള്ളവരെ, എനിക്കും മനസ്സിലായി 34 വർഷം മുമ്പ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, എൻ്റെ ജീവിതത്തിൻ്റെ ദാരിദ്ര്യം, എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം എന്നോട് പ്രകടിപ്പിക്കാനുള്ള അവസരമാണെന്ന്. ഞാൻ ആ ദാരിദ്ര്യത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ആ പ്രതിസന്ധിയെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ദാരിദ്ര്യവും പ്രതിസന്ധിയും മാറ്റിത്തരണമെന്നല്ല പ്രാർത്ഥിച്ചത്. ഈ പ്രതിസന്ധിയിൽ, ഈ ബലഹീനതയിൽ നിൻ്റെ ബലം, നിൻ്റെ സ്നേഹം എനിക്ക് അനുഭവിച്ചറിയുവാൻ കഴിയണം ദൈവമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് ദൈവം തന്ന തുണയെന്ന് പറയുന്നത്, എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഉൾപ്പെടുന്ന ഞങ്ങളുടെ ആ കൊച്ചു കുടുംബത്തിൽ അനേകരുടെ പ്രയാസങ്ങളെ വഹിക്കുന്ന, അനേകരുടെ ബുദ്ധിമുട്ടുകളെ സ്വീകരിക്കുന്ന ഒരു വലിയ ഭവനമാക്കി മാറ്റി എന്നുള്ളതാണ്. ഒരു കുഞ്ഞു കുടുംബത്തിൽ നിന്ന് പേരുകൊണ്ട്, പ്രത്യാശ ഭവൻ എന്ന് പറയുന്ന പേരുകൊണ്ട് ഇന്ന് ലോകത്തിലെ പല ഭാഗത്തും അറിയപ്പെടുന്ന ഒരു വീടായി, അറിയപ്പെടുന്ന ഒരു പേരായി മാറി, ശാശ്വതമായ ഒരു സ്മാരകമായി. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ പരിശോധന നടത്തണം. നിങ്ങളുടെ വീടിൻ്റെ ഇല്ലായ്മ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നു. എൻ്റെ വഴികളെല്ലാം നിങ്ങളുടെ വഴികൾ, എൻ്റെ ചിന്തകളെല്ലാം നിങ്ങളുടെ ചിന്തകൾ. എൻ്റെ വഴികളും എൻ്റെ ചിന്തകളും, നിങ്ങളുടെ വഴികളും നിങ്ങളുടെ ചിന്തകളും തമ്മിൽ ഒത്തിരി, ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പോലെ ഒത്തിരി 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 അകലമുണ്ട് എന്ന് പറയുകയാണ്. അതുകൊണ്ട് ദൈവമേ, പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ദൈവമേ, അങ്ങയുടെ വഴിയിലേക്ക് എന്നെ ചേർക്കണമേ. അങ്ങയുടെ ആ കൂട്ടായ്മയിലേക്ക് എന്നെ നടത്തണമേ. അങ്ങയുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ച് എൻ്റെ ബലഹീനതയെ സന്തോഷമായി കണ്ടുകൊണ്ട്, എൻ്റെ ബലഹീനതയിൽ ഞാൻ ദുഃഖിക്കുകയോ ബലഹീനതയെ ശപിക്കുകയോ ചെയ്യാതെ, എൻ്റെ ബലഹീനതയിൽ വന്ന് നിറയുന്ന അങ്ങയുടെ ബലത്തെ ഞാൻ ബഹുമാനിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, സ്വീകരിച്ചുകൊണ്ട് അങ്ങയുടെ മകളായി ജീവിച്ചു കൊള്ളാം. എന്നിലൂടെ അനേകരിലേക്ക് ഒത്തിരി നന്മകളെ പുറപ്പെടുവിക്കാൻ തക്കവണ്ണം കൃപയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത് അനേകർക്ക് ലഭിക്കത്തക്കവണ്ണം നിങ്ങളിതിൻ്റെ ഒരു പ്രേക്ഷിത പ്രവർത്തനക്കാരായി മാറണമേ. ഇവിടെ നടക്കുന്ന താമസിച്ചുള്ള ധ്യാനത്തിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നേരത്തെ ഇതിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുകയും ഇവിടെ നടക്കുന്ന താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും നിങ്ങളുടെ സാമൂഹിക ജീവിതത്തിലും തരുമെന്നുള്ളത് ഉറപ്പ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.